ഹലോ എവ്രി വൺ, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു 3 പീസ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അതിനായിട്ട് മെയിൻ ഫാബ്രിക്കായിട്ട് ഇവിടെ ഒരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിനായിട്ട് ഇതുപോലൊരു പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ കാണാം. ലൈനിങ് ഫാബ്രിക്കിനെ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ലൈനിങ് ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും നമ്മൾ 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മെറ്റീരിയലിനെ ഈ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെങ്ത് 40 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 3/4 ഇഞ്ച് സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 6.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്കിംഗ് ആണ് വരുന്നത്. ഇവിടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ വീതി 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റും നേരത്തെ നമ്മൾ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റുമായിട്ട് ഇതുപോലൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെ ഇതുപോലൊരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വൈഡായിട്ട് വരുന്ന സ്ക്വയർ ഷേപ്പാണ് കേട്ടോ നമ്മുടെ നെക്ക്. അതാണ് ഈ രീതിയിൽ മാർക്ക് ചെയ്യുന്നത്. ടോപ്പ് പാർട്ടിൽ നിന്നും 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ പോയിന്റിലെ വീതി തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോപ്പ് പാർട്ടിൽ നിന്നും താഴേക്ക് 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് വരുന്ന വീതി 11 ഇഞ്ചാണ്. ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റിലെ വീതി നമ്മൾ 20 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഒരു കട്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ താഴെ നമ്മൾ ഒരുപാട് വീതി കൊടുക്കാത്തത്. നേരത്തെ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത ആ 3 പോയിന്റിനെയും ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ 2 പോയിന്റിനെയും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ആം ഹോളിൻ്റെ ഈ ഒരു കോർണർ പോർഷനിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ 3 പോയിന്റിനെയും നമുക്ക് ജോയിൻ ചെയ്തൊന്ന് ഷേപ്പ് വരച്ചെടുക്കാം. ഈ ഒരു മിഡിൽ പോയിന്റിൽ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ആം ഹോളിൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് പാർട്ടിൽ ഒരു കട്ടിങ് വരുന്നുണ്ട്. അതിനായിട്ട് ഇവിടെ ബെസ്റ്റ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 20 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴത്തെ പാർട്ടിൽ നമ്മൾ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ പോയിന്റിനെ എല്ലാം ജോയിൻ ചെയ്തൊന്ന് വരച്ചെടുക്കാം. താഴത്തെ ഈ ഒരു പാർട്ടിൽ മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലൊന്ന് ഷേപ്പ് വരച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കാം. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു സ്ട്രെയിറ്റ് ലൈനെയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്ലീവിൻ്റെ കട്ടിങ് നോക്കാം. മെറ്റീരിയലിനെ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. താഴെ നമുക്ക് ഓപ്പൺ സൈഡിൽ 4 പീസാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ്ങിന് നമ്മൾ ഇറക്കം 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വീതി 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ മാർക്കിംഗ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴേക്ക് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്നും താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്ക് ചെയ്ത 2 പോയിന്റിനെയും ജോയിൻ ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. ഇപ്പോൾ നോർമൽ സ്ലീവിൻ്റെ ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് മെറ്റീരിയലിൽ ഇതുപോലെ കുറച്ച് എക്സ്ട്രാ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ പഫ് സ്ലീവാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ മെറ്റീരിയലിൻ്റെ നീളം 5 ഇഞ്ച് കൂടുതൽ എടുക്കേണ്ടതുണ്ട്. പഫ് സ്ലീവിനായിട്ട് നോർമൽ സ്ലീവിലേക്ക് ഇതുപോലെ നമ്മളൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. താഴത്തെ ഈ ഒരു പോർഷനിൽ നമ്മൾ എലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് മാർക്കിംഗ് ഒന്നും വരുന്നില്ല. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ലൈനിങ് ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു മെറ്റീരിയലിൻ്റെ സെയിം ടു സെയിം ആയിട്ട് ഇവിടെ നമ്മൾ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഫ്രണ്ട് പാർട്ടിലും ഇതുപോലെ സെയിം ടു സെയിം ആയിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ ലൈനിങ് ഫാബ്രിക്കിൽ നിന്നും 1.5 ഇഞ്ച് ഞാൻ കൂടുതലാണ് എടുത്തിട്ടുള്ളത്. ഈ 3 പീസിനെയും ലൈനിങ് ഫാബ്രിക്കുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലൈനിങ്ങിൻ്റെ താഴത്തെ പാർട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത ശേഷമാണ് കേട്ടോ ഈ ഒരു മെയിൻ ഫാബ്രിക്കുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ 5.5 ഇഞ്ചാണല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു സെൻട്രൽ പോർഷനിൽ വരുന്ന ആ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് ആ ഒരു 5.5 ഇഞ്ചിൽ നിന്നും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലും നമ്മൾ നെക്ക് പാർട്ട് 5.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലാണ് കേട്ടോ താഴെ നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. അതുകൊണ്ട് മുകളിൽ നിന്ന് 30 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അതുവരെയാണ് നമ്മൾ സെൻട്രൽ പീസ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 30 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് വരെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇതുപോലെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. നെക്ക് പാർട്ട് നമ്മൾ ഇതുപോലെ ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ മുന്നേ എല്ലാ വീഡിയോസിലും അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നില്ല. താഴെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ഓപ്പൺ പാർട്ട് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ 1.5 ഇഞ്ചിൽ ഈ ഒരു കട്ടിങ്ങിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത്തിൽ ഒരു പീസ് മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ ഒന്ന് വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ നല്ല വശത്താണ് ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്ലിറ്റിലൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലേക്ക് മടക്കി ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം മെറ്റീരിയലിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് ഫാബ്രിക്കിനെ വെച്ചിട്ട് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. നെക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോർണർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഈ സ്റ്റിച്ച് ഉള്ളിലാക്കിയിട്ട് നല്ല വശം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. നെക്ക് പാർട്ട് ഒന്ന് ഫൈനൽ സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ സൈഡ് കംപ്ലീറ്റ് ലൈനിങ് ഫാബ്രിക്കുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡറിന് രണ്ടും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലീവിനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ആദ്യം സ്ലീവിൻ്റെ എൻഡ് പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ ഒരു ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എടുത്തിട്ടുള്ള ഇലാസ്റ്റിക്കിൻ്റെ നീളം 9 ഇഞ്ചാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഈ ഒരു രീതിയിൽ 2 സ്ലീവ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ പാർട്ടിലേക്ക് ഈ ഒരു പഫ് സ്ലീവിനെ അറ്റാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. പഫ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കാം. സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മാർജിൻ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം സൈഡ് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴത്തെ പാർട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഫിറ്റിങ്ങിലാണ് ഈ ഒരു ഫ്രോക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ ഒരു ഓപ്പൺ വരുന്നുണ്ട്. ബോഡി പാർട്ട് നല്ല ഫിറ്റിങ്ങിൽ വരുന്ന ഡ്രസ്സിനെല്ലാം സ്ലീവ് പഫ് സ്ലീവാണ് നമുക്ക് എപ്പോഴും നല്ലത്. ഇവിടെ നന്നായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിലും നമുക്ക് ബാക്ക് പാർട്ടിൽ ഒരു സിബ് യൂസ് ചെയ്യാം. 16 വയസ്സുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഡ്രസ്സ് റെഡിയാക്കിയിട്ടുള്ളത്. ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ലുക്കിലാണ് കേട്ടോ കിട്ടുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.